കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ നിരവധി ആൾക്കാർക്കാണ് വീടുകൾ നഷ്ടമായത്. പിന്നാലെ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1000-നടുത്ത് ആൾക്കാർ 3ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ കഴിയുന്നുണ്ട്. അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എന്തായിരുന്നു ഒരു സാഹചര്യം അന്നത്തെ? അന്ന് ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളുടെ വീടിന് താഴെയുള്ള വീട്ടുകാരാണ് വിവരം അറിയിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ ഉറക്കമുണർന്നു. എല്ലായിടത്തും കറണ്ട് പോയിരുന്നു. എൻ്റെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്നുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം കാണാൻ സാധിച്ചു. ഞങ്ങളുടെ വീടിന് താഴോട്ട് 10ഓളം വീടുകളുണ്ട്. എല്ലാവരും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് അറിയിച്ച് എല്ലാവരും ഒരു 36 പേരോളം ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരായി എത്തി. ഒരു ഉരുളുന്നതിനെ പറയാൻ നമുക്ക് പറ്റില്ല. ഒരു ഭൂകമ്പം അതായിരുന്നു വിലങ്ങാട് സംഭവിച്ചത്. പിന്നെ ഒരു 1.5 മണിക്ക് സമയത്ത് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു മാഷുണ്ടായിരുന്നു. മാഷ് ഇത് കാണുവാൻ വേണ്ടി റോഡ് സൈഡിലോട്ട് പോയതാണ്. മാഷ് വെള്ളത്തിലകപ്പെട്ടു പോയി. ഞങ്ങൾ 36 പേരും സുരക്ഷിതരായി രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെടൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു. വീടുകളും മൃഗങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാം ഞങ്ങളിൽ നിന്ന് പോയി. ഞങ്ങൾക്കിപ്പോൾ ആശ്രയം എന്ന് പറയാൻ ക്യാമ്പാണ്. ക്യാമ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാണ് ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾക്ക് സഹായം സർക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബാങ്ക് പ്രശ്നങ്ങളാണ്. ഈ മലയോര ഗ്രാമത്തിൽ ഒരു കാർഷിക ലോണെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബവുമില്ല. പല ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ തിരിച്ചടച്ചിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ശൂന്യമാണ്. മൊറട്ടോറിയം എന്നൊരു പ്രഖ്യാപനം ദയവ് ചെയ്ത് സർക്കാരിൽ നിന്നുണ്ടാകരുത്. കൊറോണ കാലത്തുണ്ടായ മൊറട്ടോറിയം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു മൊറട്ടോറിയമായിട്ട് സർക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഞങ്ങൾക്ക് നീതിയായ കാര്യങ്ങൾ, ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളാണ്, ഞങ്ങൾക്ക് അർഹമായത് തന്ന് ഞങ്ങളെ ബാങ്കുകളിൽ നിന്ന് രക്ഷിക്കണം. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മുമ്പോട്ടുള്ള ജീവിതത്തിന് വേണ്ട എൻ്റെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. അത്രമാത്രമേ ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളൂ. ചേട്ടാ, വീട് പൂർണ്ണമായി നശിക്കുന്ന ഒരു സാഹചര്യം? അതെ, പൂർണ്ണമായി പോയി. പിന്നെ അതിനകത്ത് ആദായം, പുരയും ദേഹവും സർവ്വതും നശിച്ചു പോയി. ഇനി ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ബാങ്ക് കടമുണ്ട്, ലോണുണ്ട്. പിന്നെ ഇനിയിപ്പം അതിന് എന്താണെന്ന് ഗവൺമെൻറ് ചെയ്തു തരണം. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറുകയായിരുന്നോ ഈ ഒരു സംഭവം? അതെ, ഞങ്ങൾ ഇവരുടെ അടുത്തുള്ള ഇവരുടെ ഭർത്താവാണ് ഞങ്ങളെ വന്ന് ഒരു സെക്കൻഡ് നിമിഷങ്ങൾ ഉണ്ട്. ഞങ്ങളെ അവിടെ നിന്ന് മാറിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമായിരുന്നു. ഒരു 2 സെക്കൻഡ് ഇത്രേ ആയിട്ടുള്ളൂ. ഇവിടെ വീട്ടിൽ ചെന്ന് പിന്നെ അവസാനം ലാസ്റ്റ് ഇവിടെ വീട്ടിൽ ചെന്നു. അവിടെയും പറ്റിയല്ലെന്ന് കണ്ടപ്പോഴും വേറെ മുല്ലക്കൊന്ന് ജോണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ അവയും പാർപ്പിക്കായിരുന്നു. 3-4 വീട് കൂടി. ഭീതിയായിപ്പോയി, പേടിച്ചു പോയി, അരണ്ടുപോയി. അപ്പം ഓരോരുത്തരും ചളിക്കുഴിയിൽ നിന്നൊക്കെ കാലൊക്കെ വലിച്ചു കയറ്റി അങ്ങോട്ട് കയറ്റി റോഡിൽ കൂടെ ഇവരുടെ എല്ലാം വഴി കൂടെയൊക്കെ മുഴുവൻ മുട്ടോളം കഴുത്തിനൊപ്പം ചെളിയാണ്. അതിനകത്തൂടെ നീന്തി രക്ഷപ്പെടും. ഓരോരുത്തരെ ഇങ്ങനെ വലിച്ചു കയറ്റി കൊണ്ടുപോകായിരുന്നു. പ്രായമുള്ളവർ, രോഗികൾ, ഗർഭിണികളെല്ലാം ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കൾ എല്ലാവരും രക്ഷപ്പെടുത്തി. ജീവൻ കിട്ടിയെന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ഉടു തുണിയാലേ ഞങ്ങൾ ഓടി, ഞങ്ങൾക്ക് ജീവൻ കിട്ടി. അതിൽ കൂടുതലൊന്നും ഇല്ല പറയാൻ. ഒരുപാട് പേർക്ക് കൃഷി നശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഹെക്ടർ കണക്കിന് കൃഷി നശിച്ചു എന്ന് പറയുന്നു. ചിലർക്ക് വീട് നശിച്ചു എന്ന് പറയുന്നു. എന്താ നിലവിലെ ഇവർക്ക്? 8 വീടുകളോളം നശിച്ചു പോയിട്ടുണ്ട്. കൃഷിയാണെങ്കിൽ അതിനൊരു കണക്കില്ല. കൃഷിക്ക് തന്നെ കണക്ക് പറയാനാ. എല്ലാവരുടെ വീടും പോയി, ജീവിതമാർഗം വഴിമുട്ടി, കടയില്ലാതായി, വീടില്ലാതായി. എവിടെ ചെന്ന് ജീവിക്കണം എന്ന് ഇനി അറിയത്തില്ല ആർക്കും. മുമ്പോട്ടുള്ള ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ആർക്കും ഒരു വരുമാനവും ഇല്ല. വഴി അടഞ്ഞു, പാലമില്ല, ഒന്നുമില്ല. മുമ്പോട്ടുള്ള ജീവിതം വളരെ ദുഷ്കരമാണ്. അതിന് ഒന്നെങ്കിൽ മാറി താമസിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കി തരണം. ബാക്കിയുള്ളത് എന്നതാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. മൊത്തം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാത്തവർ, എന്ത് ജോലി ചെയ്ത് ജീവിക്കണമെന്നറിയാത്തവർ, അവർ ആവശ്യപ്പെടുന്നത് ഒരു പുനരധിവാസമാണ്. എല്ലാ അധികൃതർക്കു മുന്നിലും അവർ ആ രീതിയിലുള്ള ഒരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. ഉടനടി ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും കൂടി അവർക്കുണ്ട്. വിലങ്ങാട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.